നമസ്കാരം. ലൈവ് ന്യൂസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ICL ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ മികച്ച വിജയം ഉണ്ടാകുമെന്ന് ബിജെപിയും NDA കേന്ദ്രങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് ഇന്ത്യ മുന്നണി. We have to wait. Just wait and see. Hopeful you are to form the government now. Well, we are very hopeful that our results are completely the opposite of what the exit poll is saying. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തുമാകട്ടെ അതിനെയെല്ലാം തള്ളുകയാണ് ഇന്ത്യ മുന്നണി. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ബിജെപിയും. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ മത്സരഫലം പുറത്തു വരാൻ ബാക്കിയുള്ളത്. ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ? മാത്രമല്ല, അല്പസമയം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. വിവിധ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പ്രവിത, രാജ്യത്തെ സംബന്ധിച്ച് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെടുപ്പ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ട് ഫലം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള വോട്ടിംഗ് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയത്. 64.2 കോടി ജനങ്ങൾ രാജ്യത്ത് വോട്ട് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. ഇതൊരു റെക്കോർഡാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം. ഒപ്പം സ്ത്രീകളുടെ പങ്കാളിത്തം 31.2 കോടി സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരുന്ന ആരോപണങ്ങൾ അത് വേദനിപ്പിച്ചു. നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ച അഥവാ പക്ഷപാതം ഒരു വിഭാഗത്തോടും തങ്ങൾ കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം. നാളത്തെ നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫലം വളരെ കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ചില കക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് പോസ്റ്റൽ ബാലറ്റുകൾ തന്നെയായിരിക്കും ആദ്യം എണ്ണുക. ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് അത് പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോകണം എന്ന വാദത്തിന് അർത്ഥമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ 8 മണിക്ക് തന്നെ ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഈ ഇലക്ട്രോണിക് രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വോട്ടെണ്ണലിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇലക്ഷൻ കമ്മീഷൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, BJPയെ സംബന്ധിച്ച് ഇത്തവണ തൂത്തുവാരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത്. അതിന്റെ മുന്നോടിയായി 100 ദിന കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. ഇതിനെ വലിയ രീതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ BJP ഇത്തരത്തിൽ വലിയ ആത്മവിശ്വാസം എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഒരു പിൻബലത്തിൽ വെക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെയും ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷ? ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നത്, പ്രത്യേകിച്ച് സോണിയാഗാന്ധി തന്നെ ഇന്ന് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വന്നിരിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള ഫലമായിരിക്കും രാജ്യത്തുണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള നടക്കുന്ന ഈ വിധത്തിലുള്ള തീരുമാനങ്ങൾ അത് ഉചിതമല്ല എന്ന് അവർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 100 ദിന പരിപാടികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ആഘോഷ പരിപാടികൾ
നടപടികൾ ഏതൊക്കെ വിധത്തിലാകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളും BJP ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വീട്ടിലൊരു യോഗം ചേർന്നിരുന്നു. കൂടുതൽ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളും ആ യോഗത്തിൽ ചർച്ചയായെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ച് അവർ ആത്മവിശ്വാസം നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്ന വിധത്തിലാണ് അവരുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആകട്ടെ ഈ ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം അത് ഒരു തരത്തിലും യാഥാർത്ഥ്യമാകില്ല എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് അവരുടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭിന്നതയോ അല്ലെങ്കിൽ ഇപ്പോൾ BJP നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രശ്നമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഇപ്പോൾ സ്വീകരിക്കുന്നത്. പ്രവിത. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നാളെ ഇതേ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഫലസൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടാകും. ആരാണ് ഇനി അടുത്ത 5 വർഷം ഇന്ത്യ ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നാളെ ഈ സമയത്തോടുകൂടി ഉണ്ടാകും. എന്തായാലും ഈ എക്സിറ്റ് ഫലങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുകയാണ് ഇന്ത്യ മുന്നണിയും. നാളെ ഫലം പുറത്തു വരുമ്പോൾ എന്തായാലും ഫലപ്രഖ്യാപനവും ഒപ്പം മറ്റ് സൂചനകളും എല്ലാം 24നോടൊപ്പം പ്രേക്ഷകർക്ക് കാണാനും സാധിക്കും. എക്സിറ്റ് പോളുകൾക്ക് കോർപ്പറേറ്റ് താൽപര്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വലതുപക്ഷ പാർട്ടികൾക്ക് വേണ്ടിയാണ് എക്സിറ്റ് പോൾ മാമാങ്കം. വോട്ടർമാരുടെ സർവേയിലാണ് തങ്ങൾക്ക് വിശ്വാസമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾക്ക് തെല്ലും ആശങ്കയില്ല. എല്ലാ വിശ്വാസവും ജനങ്ങളിലാണ്. എക്സിറ്റ് പോളെല്ലാം ശരിക്കും പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റ് ശക്തികൾ അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൻ്റെ താല്പര്യാർത്ഥം നടത്തുന്ന ഒരു മനഃശാസ്ത്ര യുദ്ധം തന്നെയാണ്. അതിൻ്റെ ലക്ഷ്യം ഞങ്ങളെ ദുർബലമാക്കലാണ് മാനസികമായി. ഞങ്ങളുടെ മറുപടി ഈ യുദ്ധത്തിൽ ഞങ്ങൾ ദുർബലരല്ല. മാനസികമായി ഞങ്ങളെ ദുർബലമാക്കാമെന്ന് ഇവർക്കാർക്കും വ്യാമോഹം വേണ്ട. കേരളത്തിൽ UDF വലിയ വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നതാണ് നല്ലതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എക്സിറ്റ് പോൾ വന്നു, ഒരു ദിവസം കൂടി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ. കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി. കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് എക്സിറ്റ് പോൾ അനുസരിച്ച്. ഇന്ത്യയിൽ വേറെ പിക്ചറാണ്. പക്ഷേ ആക്ച്വൽ റിസൾട്ട് കാത്തിരിക്കുന്നതാണ് നല്ലത്. കൗണ്ടി കൈകളും കാത്തിരിക്കുന്നതാണ് നല്ലത്. അഭ്യൂഹങ്ങൾ അധികം പറയേണ്ട കാര്യമില്ലല്ലോ, മണിക്കൂറുകളിലുള്ളൂ. കാണാം. കേരളത്തിലേതായാലും സംശയമൊന്നുമില്ല, UDFന് വൻ വിജയം ഉണ്ടാവും. എക്സിറ്റ് പോൾ പെയ്ഡ് ആണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ത്യ മുന്നണി നല്ല പ്രതീക്ഷയിലാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. അത് നമ്മൾ ചെറുതായി കണ്ടുകൂടാ. അവരെല്ലാ സ്റ്റേറ്റിലെയും അംഗങ്ങൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ അവിടുത്തെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞ എക്സിറ്റ് പോളിൽ അത് മുങ്ങിപ്പോകാൻ പാടില്ല. അവരുടേതും അതിലും നല്ലൊരു ഫലം ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ എക്സിറ്റ് പോൾ ഒരു പെയ്ഡ് മീഡിയേഷനായിട്ടാണ് തോന്നുന്നത്. ലൈവ് ന്യൂസ് തുടരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതിനായി വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ എംബസി വഴി 15 മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറി. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജലീൽ, മലയാളികളെ സംബന്ധിച്ചത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. മലയാളികൾ കൈകോർത്തുകൊണ്ടാണ് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിന് സാധ്യതയൊരുക്കിയത്. എപ്പോഴായിരിക്കും അബ്ദുൾ റഹീം ജയിൽ മോചിതനാവുക? ഇനി എന്തൊക്കെ നടപടികളാണ് ബാക്കിയായുള്ളത്? പ്രവിത, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് റിയാദിൽ നടന്നത്. ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്ത 15 മില്യൺ റിയാലിന്റെ അഥവാ ഏതാണ്ട് 34 കോടി രൂപയുടെ ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറി. അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ ഈ മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട ഈ ദിയാധനമാണ് ഈ 15 മില്യൺ റിയാൽ. ഇതിന് ഈ ചെക്ക് കൈമാറിയതിന് പുറമെ മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇരു വിഭാഗങ്ങളുടെയും അഭിഭാഷകരാണ് കരാർ ഒപ്പുവെച്ചത്. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ ഈ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരും എംബസിയുടെ പ്രതിനിധി യൂസഫും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതോടെ ഈ ദിയാധനം 15 മില്യൺ റിയാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും
അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്നും ഈ സൗദി കുടുംബം ഔദ്യോഗികമായി തന്നെ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ രേഖകൾ ഗവർണറേറ്റ് ക്രിമിനൽ കോടതിക്ക് കൈമാറും. അനുരഞ്ജന കരാറും ചെക്കും ഈ കോടതിക്ക് കൈമാറും. ക്രിമിനൽ കോടതി ജഡ്ജിയുടെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കോടതി ഈ രേഖകളെല്ലാം പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. അതായത് അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കും. അതിനുശേഷം മോചനത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. ഏതാണ്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സാധ്യമാകും എന്നാണ് പ്രതീക്ഷ. പ്രവിത. ശരി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. നിർണായക ഘട്ടമായ ഇന്ന്, അതായത് 15 മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറി ഉടൻ തന്നെ മോചനം സാധ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ചേവായൂരിൽ ആനപ്പാപ്പാൻ കിണറ്റിൽ വീണ് മരിച്ചു. പാലക്കാട് സ്വദേശിയായ മോഹനനാണ് മരിച്ചത്. ആനയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പുറകോട്ട് നടക്കുന്നതിനിടെ കിണറ്റിൽ വീഴുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, ദാരുണമായ സംഭവമാണ്. എപ്പോഴായിരുന്നു ഇത് നടന്നത്? പ്രവിത, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം നടന്നത്. ചേവായൂരിലെ പയമ്പ്ര ആനത്തറയിൽ വെച്ച് ആണ് ഈ രണ്ടാം പാപ്പാനായ മോഹനൻ എന്നയാൾ കിണറിൽ വീണ് മരണപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹം ഈ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ ആന തിരിയുന്നതിനിടെ ഇദ്ദേഹം നിലതെറ്റി തൊട്ട് സമീപത്തുള്ള ഒരു കിണറിലേക്ക് വീഴുകയായിരുന്നു. കിണറിന് ആൾമറയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട്, ഈ വീഴുന്ന ശബ്ദം കേട്ട് ഒന്നാം പാപ്പാനാണ് മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ഈ കിണറിൽ നിന്ന് പുറത്തെടുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ ചേവായൂർ പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവിത. ശരി. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുന്നമംഗലത്ത് സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നരിക്കുനി റൂട്ടിൽ സർവീസ് നടത്തുന്ന റോയൽ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പ്രവേശനോത്സവ ആഘോഷങ്ങൾക്കിടെ ഹരിപ്പാട് നിന്നുള്ള നൊമ്പരക്കാഴ്ചയിലേക്ക്. സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച 3ാം ക്ലാസ്സുകാരന് വേണ്ടി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർമാന്റെ കുപ്പായവും ബാഗും ടിഫിൻ ബോക്സും വാങ്ങി പിതാവ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മുട്ടം മുല്ലക്കര LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി ദേവനാരായണൻ പേവിഷബാധയേറ്റ് മരിച്ചത്. മൂന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ദേവനാരായണൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അച്ഛനോട് ആഗ്രഹം പറഞ്ഞത്. സ്കൂളിൽ പോകാൻ വാങ്ങുന്ന ബാഗ് അടക്കമുള്ളവയെല്ലാം സ്പൈഡർമാൻ ചിത്രമുള്ളത് വേണം. മാത്രമല്ല സ്പൈഡർമാന്റെ കുപ്പായവും 2 ഫുട്ബോളും വേണം. അസുഖം മാറി വരുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് പിതാവ് മകനെ ആശ്വസിപ്പിച്ചത്. പക്ഷെ അതിനു മുൻപ് ദേവനാരായണൻ പോയി. സഞ്ചയന ദിവസം മകൻ നൽകാൻ സ്പൈഡർമാൻ കുപ്പായവും പന്തും കഴിഞ്ഞ ദിവസം പിതാവ് ദീപു വാങ്ങിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂൾ തുറന്ന് അവൻ്റെ വണ്ടി മാത്രം ഇതുവഴി വന്നില്ല. ഇവിടെ വന്ന് വണ്ടിയിൽ ഓട്ടോയിൽ വന്നായിരുന്നു അവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാനും മോളോട് ഇപ്പോൾ മോളൊരുങ്ങി നിൽക്കുകയാണ് സ്കൂളിലോട്ടൊന്ന് പോകാൻ. കൂട്ടുകാരുടെ കൂടെ അവൻ്റെ ആത്മാവെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടാകുമല്ലോ, അവൻ്റെ ക്ലാസ്സിലങ്ങോട്ട് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ. പ്രവേശനോത്സവം ആഘോഷമാക്കാനിരുന്ന ദേവനാരായണൻ പഠിച്ച മുട്ടം മുല്ലക്കര LP സ്കൂൾ ദുഃഖഭാരത്താൽ ചടങ്ങിന് മാത്രമായാണ് പരിപാടി നടത്തിയത്. എല്ലാവരുടെയും സ്നേഹനിധിയായ കുരുന്ന് നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് സ്കൂളും. സഹോദരിയുടെ സഹപാഠിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദേവനാരായണന് പേവിഷബാധയേറ്റത്. 24 ആലപ്പുഴ. ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു.